ഹലോ എവരിബഡി. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ലോകപ്രശസ്തമായ ഒർലാൻഡോയിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ ഐലൻഡ് ഓഫ് അഡ്വഞ്ചർ എന്ന ഒരു പാർക്കിലാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് ഒന്ന് പോയി കണ്ടു നോക്കാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഐലൻഡ് ഓഫ് അഡ്വഞ്ചറിലെ സുസ് ലാൻഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനകത്ത് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ സുസിൻ്റെ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും പലതരമായ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം. അവിടെയായിട്ട് ഒരു വലിയ ബിഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ പലതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തായിട്ടൊരു വാട്ടർ റൈഡ് നമുക്ക് കാണാം. ഈ റൈഡിൻ്റെ അവസാനം നമ്മൾ ഒരു സ്പ്ലാഷ് വന്ന് നമ്മളെ നനയ്ക്കും. വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നു. ഇത് താഴേക്ക് വരികയാണിപ്പോൾ. ഇപ്പോൾ നമ്മൾ ജറാസിക് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലേക്ക് എൻട്രിയാണ്. അവിടെയായിട്ട് വളരെ നല്ല റൈഡുകളുണ്ട്. പ്രത്യേകിച്ച് അത് കുട്ടികൾക്കുള്ള ഒരു റൈഡാണ്. ആ റൈഡിൻ്റെ പേര് ട്രാൻഡൻ ഫ്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു റൈഡാണ് പോകുന്നത്. ഇപ്പുറത്തായിട്ട് നമ്മൾ സ്കൾ ഐലൻഡ് റെയിൻ ഓഫ് കോങ് എന്ന് പറയുന്ന വേറൊരു റൈഡാണ് ഇവിടെ. അവിടെ സ്കള്ളുകളൊക്കെ കാണാം. താഴെയായിട്ട് തലയോട്ടികളൊക്കെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പാർക്കിൻ്റെ പല സൈഡിലായിട്ട് നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് നല്ല പാർക്കിൻ്റെ ഇൻസൈഡ് നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സുകളുണ്ട്. ഫ്ലവേഴ്സൊക്കെ നല്ലപോലെ അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പാം ട്രീസ് നമുക്കിവിടെ ഒത്തിരി കാണുവാൻ സാധിക്കും. ഇവിടുത്തെ വർക്കേഴ്സ് എല്ലാം ഇതിനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ട് കുറച്ച് പിങ്ക് ഫ്ലവേഴ്സ് നമുക്ക് കാണാം. നല്ല ഒരു സ്പോട്ടാണ് പിക്ചർ എടുക്കാനായിട്ട്. ഇവിടെയായിട്ടൊരു സ്റ്റോർ ഡിസ്കവറി സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് ഇത്. ഇതിനകത്ത് ഡൈനസോറുകളൊക്കെ ഉണ്ട്. അകത്ത് ഡൈനസോറുകൾ ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതിനകത്തോട്ട് പോയി ഇതിനകം ഒന്ന് കണ്ടു നോക്കാം. നല്ല ബൊഗൈൻ വില്ലയുടെ ഫ്ലവേഴ്സ് അവിടെ ഉണ്ട് കാണാം. വെളിയിലൊക്കെ പല രീതിയിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകല് നമ്മൾ ഐലൻഡ് ഓഫ് അഡ്വഞ്ചറിൽ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ രാത്രിയായപ്പോൾ സിറ്റി വോക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ
വ്യൂസ് നമ്മൾ എൻജോയ് ചെയ്യാണ്. വളരെ ലൈറ്റുകളൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ ഇവിടെ, പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. മെക്സിക്കൻ, ഇറ്റാലിയൻ, അമേരിക്കൻ, ചൈനീസ്, പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. അവിടെയായിട്ട് നമുക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഒരു ഗിഫ്റ്റ് സ്റ്റോർ കാണാം. അവിടെയായിട്ടൊരു റെസ്റ്റോറൻറ്റ്, ഡൈനിങ് ഡാൻസിങ് കോക്ടെയിൽസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഒരു ഫൗണ്ടനൊക്കെ വെച്ച് വളരെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ ലൈറ്റ്, ആ വാട്ടർ ഫൗണ്ടനെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ യൂണിവേഴ്സൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു TV സ്ക്രീനിൽ കാണിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് സ്റ്റേജ് പെർഫോമൻസ് കാണുവാൻ സാധിക്കും. അവർ പാട്ട് പാടുകയും ഓരോ പെർഫോമൻസ് ചെയ്യുകയും ചെയ്യും. ചില സ്ഥലങ്ങളിൽ വളരെ വലിയ ബാൻഡുകൾ ഇവിടെ വരും. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് റെസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ആൾക്കാർക്ക് ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാം. നമുക്കിവിടെ കാണാം ആൾക്കാർ ഓൾ ഡേയിലൂടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒറ്റ വീഡിയോയിൽ നമുക്കിതെല്ലാ കാഴ്ചകളും കാണിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ കണ്ടിന്യൂഷനായ വീഡിയോസ് ഇനിയും കാണാം. ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ടു കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next time.